വസന്ത, എന്റെ ആദ്യത്തെ ചോദ്യം NM വിജയന്റെ മരണം, അതിനെ തുടർന്നുള്ള ND അപ്പച്ചന്റെ രാജി, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് വസന്ത. മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ആ ചോദ്യത്തിലേക്ക് ഒന്ന് ഡയറക്റ്റ് വരൂ. അവിടെ നിന്നാണ് നമ്മൾ വഴിതിരിഞ്ഞു പോയത്. തീർച്ചയായും 10 സെക്കൻഡ് ശ്രീ അഡ്വക്കേറ്റ് ലാൽകുമാറിന് ഞങ്ങൾ രണ്ടുപേരും ലോയേഴ്സ് ആയതുകൊണ്ട് അദ്ദേഹം എന്നെക്കാൾ ഒരുപാട് സീനിയർ ആണ് എങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഒരു ഒബ്ജക്ഷൻ ഉണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ അതിനെ അനുവദിക്കണത്. അത് അദ്ദേഹം പറഞ്ഞെന്താണ്, റിവ്യൂ പെറ്റീഷൻ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുമ്പോൾ സർക്കാർ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കേണ്ട എന്നാണ് ഈ റിവ്യൂ പെറ്റീഷൻ വരുന്നത്. ഈ റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ബിന്ദു അമ്നിയും രഹന ഫാത്തിമ അടക്കമുള്ളവർക്ക് അവിടെ കയറാൻ പോലീസ് പ്രൊട്ടക്ഷൻ സംസ്ഥാന സർക്കാർ. അതായത് ഈ വിധി വന്ന് അല്ലല്ല, പ്ലീസ് ചെക്ക് ദ ക്രോണോളജി. ആ ക്രോണോളജി വളരെ കൃത്യമാണ്. ഈ വിധി വന്ന് ആദ്യ മാസം തന്നെ റിവ്യൂ പെറ്റീഷൻ ഉണ്ട്. ഞാനൊരു നിക്ക് റിവ്യൂ പെറ്റീഷൻ പെൻഡിങ് ആയിട്ടിരിക്കുമ്പോൾ എന്നല്ല ഞാൻ പറഞ്ഞു, അപ്പൊ തന്നെ അവർ കയറി, അതല്ല പറയുന്നത്. താങ്കൾ ശ്രദ്ധിക്കാത്തതിന്റെ കുഴപ്പമാണ്. റിവ്യൂ പെറ്റീഷനകത്ത് ഒരു ഡിസിഷൻ പറഞ്ഞു. എന്ത്? ഇത് ഈ ചോദ്യം 9 അംഗ ബെഞ്ച് കേൾക്കണം. അത് കേൾക്കണമെന്നുള്ള സമയം കഴിഞ്ഞിട്ടല്ല ബിന്ദു അമ്നി കയറിയിരിക്കുന്നത്. ആ റിവ്യൂ ബെഞ്ച് കൃത്യമായ ഒരു തീരുമാനം പറഞ്ഞ ശേഷം സംസ്ഥാന സർക്കാർ എടുക്കണ്ടെന്ന് പറഞ്ഞ് റിവ്യൂ പെറ്റീഷൻ ഇരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ അവർ കയറിയതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് കാര്യങ്ങളാണ്. വസന്ത്, ഇനി അതിലൊരു തർക്കത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല വസന്ത്. കാരണം ശരി വസന്ത്, നമുക്കത് വസന്ത് ആ വിഷയത്തിലേക്ക് വരാം. സമയമുണ്ടെങ്കിൽ പിന്നീട് അതിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരും. ഓക്കെ, ആ ക്രോണോളജിയിൽ എനിക്ക് എതിരഭിപ്രായമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി അങ്ങ് പറഞ്ഞത് ND അപ്പച്ചനുമായി ബന്ധപ്പെട്ട് ഇപ്പോ അങ്ങ് പറഞ്ഞതോ അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞതോ വസീഫ് പറഞ്ഞതോ ആയ ആരോപണങ്ങൾ ഒന്നും പിണറായി വിജയൻ ഭരിക്കുന്ന പോലീസിനില്ലല്ലോ. ആ പോലീസിന്റെ FIR-ൽ എവിടെയെങ്കിലും ഇത് അഴിമതി പണമായിരുന്നുവെന്നും അഴിമതിയുമായി ബന്ധപ്പെട്ട് വലിയ കണ്ടെത്തലുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ സാങ്ഷൻ ആവുമായിരുന്നില്ലല്ലോ. ആന്റിസിപ്പേറ്ററി ബെയിൽ സാങ്ഷൻ ആയി കൊടുക്കുന്നത് ശക്തമായ വാദമുഖം ഇപ്പുറത്ത് പ്രോസിക്യൂഷൻ ഇല്ലാതെ വന്നതുകൊണ്ടാണ്. അതായത് നിങ്ങൾ പറഞ്ഞത്, പ്രിയപ്പെട്ട വസീഫ് പറഞ്ഞ ഒരു വാദം പോലും പോലീസിന് അവിടെ ഇല്ല. രണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അവിടുത്തെ മരുമകളോ അല്ലെങ്കിൽ അവിടുത്തെ തൊട്ടപ്പുറത്തെ അല്ല അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ്? രണ്ട്, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോ മരുമകളോ ഒന്നുമല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങളുടെ വിഷയം കാലങ്ങളായി ഞങ്ങളോട് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഞങ്ങളുടെ നേതാവായിരുന്ന ശ്രീ NM വിജയനാണ്. അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന് ഒരു കടബാധ്യത ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നത് പാർട്ടിക്ക് വേണ്ടി ഉണ്ടായതാണ് എന്ന് പറഞ്ഞാൽ അത് പരിഹരിക്കും. അത് പരിഹരിക്കാം എന്നത് പാർട്ടി വളരെ കൃത്യമായി പറഞ്ഞു. അത് പരിഹരിക്കാൻ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ കാത്തിരുന്നത്, ലാൽകുമാർ പറഞ്ഞതുപോലെ ആ കുട്ടി മരിച്ചിരുന്നെങ്കിലോ 3 മരണം ഒരു കുടുംബത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരേ വിഷയത്തിൽ ആ നിലയിലേക്ക് എത്തുമായിരുന്നില്ല. ഇപ്പൊ ഇത്രയും നാൾ കാത്തിരിക്കേണ്ടി വന്നത് എന്താണ്? പത്മജ പറഞ്ഞ 2-ാം തീയതിക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. കോൺഗ്രസിന്റെ ഓഫീസിന് മുന്നിൽ സമരം തുടങ്ങും. CPM പറയുന്നു ഞങ്ങൾ ഏറ്റെടുക്കാം. ഈ സാഹചര്യങ്ങൾ ഇപ്പോൾ വന്നില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കുമായിരുന്നു? ആ നിലപാട് അങ്ങനെയാണെങ്കിൽ ഇതിന് മുൻപ് സ്വീകരിക്കാമായിരുന്നല്ലോ. ഞങ്ങൾക്ക് ബക്കറ്റ് ഒന്നും ഇല്ലല്ലോ. ഇന്ന് രാവിലെ പറഞ്ഞാൽ നാളെ രാവിലെ 60 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ബക്കറ്റുമായി ഇറങ്ങുന്ന പരിപാടി കോൺഗ്രസിന് ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ NM വിജയൻ മരിക്കേണ്ടി വന്നത്. പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ വിഷയത്തിലാണ് സുതാര്യത ഉള്ളത്? ഞാൻ പറയാമെന്നേ, നിങ്ങൾ പിരിച്ച കഥ പറയാം. ഏതിലൊക്കെയാണ് സുതാര്യത വേണ്ടത്? അത് സംസാരിക്കാം. നമുക്ക് അങ്ങനെ സംസാരിക്കണമെങ്കിൽ ഇത് ഞങ്ങളെ സംബന്ധിച്ച് പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു. ആയത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ വിഷയം പരിഹരിച്ചു കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച്. രണ്ട്, ND അപ്പച്ചന്റെ വാദമാണല്ലോ അങ്ങ് പറയുന്നത്. ND അപ്പച്ചൻ ഇന്നലെ എന്താണ്, മുൻ DCC പ്രസിഡന്റ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി നിങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്, ആരും എന്നോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ രാജിവെക്കണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം. ചില ശാരീരിക ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് നേതൃത്വത്തെ ഞാൻ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ സ്വമേധയാ തീരുമാനിച്ചാൽ മാത്രമാണ് ഞാൻ രാജിവെക്കുക എന്ന് അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞു. ഇന്ന് അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം സ്വമേധയാണ് രാജിവെച്ചതെന്ന് പാർട്ടി പ്രസിഡന്റ് വളരെ കൃത്യമായി പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിച്ചു മാധ്യമങ്ങൾ, എന്താണ് ND അപ്പച്ചനോട്, എന്താണ് അങ്ങനെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയം? അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്, ഞാൻ രാജി KPCCക്ക് കൈമാറി കഴിഞ്ഞു. ഇനി ആ വിഷയത്തിൽ രാജി സ്വീകരിക്കുമോ ഇല്ലയോ, അത് എന്റെ നിലപാട് രാജിയുമായി ബന്ധപ്പെട്ടത് അംഗീകരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നത് പാർട്ടിയാണ് പറയുന്നത്, പാർട്ടി അധ്യക്ഷനാണ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ അത് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകന്റെ മറുപടിയായി മാത്രം കണ്ടാൽ അനാരോഗ്യം മാത്രമാണോ അദ്ദേഹത്തെ രാജിയിലേക്ക് നയിച്ചത്? അല്ലല്ലോ, ഞാൻ വളരെ കൃത്യമായി എന്നത് പറഞ്ഞു. ഏതാണ് ND അപ്പച്ചൻ ഇന്നലെ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഞാൻ രാജിവെക്കണമെന്ന് എന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അത് തന്നെയാണ് സത്യം. എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പുകൾ മുമ്പിൽ നിൽക്കുമ്പോൾ സംഘടനയെ ജില്ലയിൽ സദൃഢമായി ചലിപ്പിക്കണമെങ്കിൽ
കുറച്ചുകൂടി യങ്ങർ ആയിട്ടുള്ള ഒരാൾ വരട്ടെ എന്നുള്ളതാണ് നിലപാടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അതല്ല രാജിക്ക് കാരണം എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതിനെ തുടർന്നാണ് രാജി, അത് അനിവാര്യമായ രാജിയായിരുന്നു എന്നാണല്ലോ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. വസന്ത്, അല്ല, അദ്ദേഹത്തിന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. എൻ ഡി അപ്പച്ചൻ തന്നെ ഇന്നലെ പറഞ്ഞ വാദമാണിത്. രണ്ട്, വയനാട് DCCയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളുടെ ഒരു സാഹചര്യത്തിൽ ഈ രാജ്യം നല്ലതല്ലേ? ഒന്ന്, വയനാടിനെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അവിടെ മത്സരിക്കുന്ന ഒരു സീറ്റാണ്. നമ്മളെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമായിട്ടുള്ള ജില്ലയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ആരോപണത്തിന്റെ പരിധിയിലും എൻ ഡി അപ്പച്ചൻ മാത്രമല്ല IC ബാലകൃഷ്ണനും ഉണ്ട്. അല്ലല്ലേ, ഒരു ഡി സി സി പ്രസിഡന്റിനേക്കാൾ ആക്കം കൂടുതലല്ലേ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരാൾ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിലെ ഒരു MLA? അല്ലല്ലോ, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് DCC PCC അധ്യക്ഷന്മാർക്ക് തന്നെയാണ് ഒന്നാമത്തെ പ്രാധാന്യം. അത് കഴിഞ്ഞിട്ടാണ് ജനപ്രതിനിധികൾക്ക് പ്രാധാന്യം. രണ്ടാമത്തെ പ്രാധാന്യം സ്ഥാനത്ത് തുടരുകയാണ്. CPM ഒരു കാലഘട്ടം വരെ അങ്ങനെ ആയിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നോടം വരെ, മുഖ്യമന്ത്രി ആയ ശേഷം അങ്ങനെ അല്ലെന്നായി. അത് അവിടെ നിൽക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. എൻ ഡി അപ്പച്ചന്റെ സ്വമേധയുള്ള രാജി അത് അനിവാര്യമായ ഒരു രാജിയാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അദ്ദേഹം രാജിവെച്ചോ നന്നായി, പുതിയൊരാൾ വരട്ടെ. പുതിയൊരാൾ വരുന്നതിൽ എന്താ തെറ്റ്? ഞാൻ അഭിപ്രായം വ്യക്തിപരമായി ഞാൻ അഭിപ്രായമുള്ള ആളാണ്. കാര്യം പുതിയ തലമുറ വരണം, പഴയ ആൾക്കാർ മാറി നിൽക്കട്ടെ. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അവിടെ കടിച്ചു തൂക്കേണ്ട കാര്യമില്ല, അവർ മാറുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ അദ്ദേഹം സ്വമേധയാ മാറാൻ തീരുമാനിച്ചത് DCC പുനഃസംഘടന അടുത്ത് വരുന്നെങ്കിൽ പോലും അതിന്റെ ആവശ്യമില്ല, ഞാൻ സ്വമേധയാ മാറി നിൽക്കുന്നു എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ എന്താ തെറ്റ്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ അടക്കം വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെച്ച് മാറിയത് നന്നായി. ഇനി IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഞാൻ അതിന് കൃത്യമായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ പോലീസിനില്ലാത്ത വാദം, ഏത് പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസിനില്ലാത്ത വാദം, ഇതുവരെ പോലീസിന് ആയതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വാദം, അത് CPM ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങളുടെ കയ്യിലുള്ള റിപ്പോർട്ടും നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകളും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന KPCCയുടെ അന്വേഷണ കമ്മീഷൻ തരണ്ട നിങ്ങളുടെ പോലീസിന് ഏറ്റവും കുറഞ്ഞ പക്ഷം കൊടുത്ത് IC ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കാനുള്ള നടപടിയുമായി മുമ്പോട്ട് പോകും. ശരി.